ലോക റെസ്ലിംഗ് ഇതിഹാസം ഹൾക്ക് ഹോഗൻ ഓർമ്മയായി. ടെലിവിഷൻ സാധാരണ കാണുന്ന എല്ലാ മനുഷ്യരും ഒരിക്കലെങ്കിലും ഹൾക്ക് ഹോഗൻ്റെ റെസ്ലിംഗ് പ്രകടനം കണ്ടിട്ടുണ്ടാകും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വേൾഡ് റെസ്ലിംഗ് കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസ താരങ്ങളിലൊരാളായ ടെറി ജീൻ ബോലിയ എന്ന ഹൾക്ക് ഹോഗൻ ലോകത്തോട് വിട പറഞ്ഞു. ജൂലൈ 24-ന് 71-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അവസാന കാലത്ത് അദ്ദേഹവും ഭാര്യയും സ്നാനമേൽക്കുകയും ക്രിസ്തുവിശ്വാസം പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ഇടിക്കൂട്ടിലെ ഇതിഹാസത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത്. ഹോഗൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല. റെസ്ലിംഗ് ലോകത്തെ മാറ്റിമറിച്ച അസാധാരണ പ്രതിഭ. ഒപ്പം ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ. 1953-ൽ ജോർജിയയിലെ അഗസ്റ്റയിൽ ടെറി ജീൻ ബോലിയ ജനിച്ചു. ഫ്ലോറിഡയിലെ ടാംപയിലാണ് അദ്ദേഹം വളർന്നത്. തുടക്കത്തിൽ സംഗീതത്തിലായിരുന്നു താല്പര്യം. പിന്നീട് അദ്ദേഹം തൻ്റെ ശരീരഘടനയും ആകർഷകത്വവും ഒക്കെ പിൻബലമാക്കി റെസ്ലിംഗ് റിംഗിലേക്ക് എത്തുകയായിരുന്നു. 1970-കളുടെ അവസാനം പ്രശസ്തനായ പരിശീലകൻ ഹിരോ മാത്സുദയുടെ കീഴിൽ പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. തുടക്കത്തിൽ ദ സൂപ്പർ ഡിസ്ട്രോയർ, ബൗൾഡർ ബ്രദേഴ്സ് തുടങ്ങിയ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. എന്നാൽ 1979-ൽ WWE എത്തിയതോടെയാണ് ഹൾക്ക് ഹോഗൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത്. 1984 ജനുവരി 23-ന് അയൺ ഷെയ്ക്കിനെ തോൽപ്പിച്ച് തൻ്റെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് നേടിയതോടെ ഹോഗൻ അമേരിക്കൻ പോപ്പ് കൾച്ചറിൻ്റെ മുഖമായി മാറി. ഹൾക്ക് മാനിയ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. സത്യസന്ധതയോടെ നിലനിൽക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വൈറ്റമിനുകൾ കൃത്യമായി കഴിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. റെസ്ലിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പേപ്പർ വ്യൂ ഇവന്റുകളിൽ 8-ലും ഹോഗൻ പ്രധാന മത്സരാർത്ഥിയായി മാറി. റെസ്ലിംഗിന് ലോകത്തെമ്പാടുമായി ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിക്കുന്നതിൽ ഹൾക്ക് ഹോഗൻ വഹിച്ച പങ്ക് അതുല്യമാണ്. ഹൾക്ക് ഹോഗന്റെ കരിസ്മയും സ്റ്റേജ് പ്രസൻസും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി. ലെഗ് ഡ്രോപ്പ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മൂവ്. റെസ്ലിംഗ് ലോകത്ത് ഒട്ടനവധി അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. 1987-ൽ റെസൽമാനിയ 3-ൽ ആൻഡ്രേ ദ ജയന്റിനെ തോളിലേറ്റി ചുഴറ്റിയെറിഞ്ഞത് കോരിത്തെരിപ്പോടെയാണ് ആരാധകർ കണ്ടിരുന്നത്. അതുപോലെ അൾട്ടിമേറ്റ് വാരിയറുമായി റെസൽമാനിയ 6-ൽ നടന്ന ചാമ്പ്യൻ വെസ്റ്റ് ചാമ്പ്യൻ മത്സരം, റോക്കുമായി റെസൽമാനിയ 18-ൽ നടന്ന ഐക്യൻ വെസ് ഐക്യൻ മത്സരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ പൊൻതൂവലുകളായി മാറി. അദ്ദേഹം ഒരു ആഗോള പ്രതിഭാസമായിരുന്നു. ആക്ഷൻ ഫിഗറുകൾ, സിനിമകൾ, TV ഷോകൾ, പരസ്യങ്ങൾ, ഹൾക്ക് ഹോഗൻ എല്ലായിടത്തും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിന്നു. കരിയറിലെ ഉന്നതികളിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായ ജീവിതത്തിൽ വെല്ലുവിളികളും വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. റെസ്ലിംഗ് റിംഗിൽ ഹോഗൻ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹത്തിന് വലിയ തകർച്ചകൾ നേരിടേണ്ടി വന്നു. 2007-ൽ തൻ്റെ ഭാര്യ ലിൻഡയുമായിട്ടുള്ള 24 വർഷം നീണ്ട ദാമ്പത്യം വിവാഹമോചനത്തിൽ കലാശിച്ചു. അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട മകളുമായി ബന്ധപ്പെടുന്നതിന് പോലും അത് വിള്ളലുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2012-ൽ ഒരു സ്വകാര്യ വീഡിയോ ചോർന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു. ഈ വിഷയത്തിൽ ഒരു വെബ്സൈറ്റിനെതിരെ അദ്ദേഹം $100 മില്യൺ കേസ് ഫയൽ ചെയ്യുകയും പിന്നീട് അദ്ദേഹം വലിയൊരു തുക വാങ്ങിക്കൊണ്ട് അതിൽ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. ഏറ്റവും വേദനാജനകമായ ഒന്ന് 2015-ലാണ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന ഒരു വംശീയ അധിക്ഷേപ വാക്ക് നിറഞ്ഞ ഓഡിയോ ക്ലിപ്പായിരുന്നു ഇത്. അത് പുറത്തു വന്നതോടെ അദ്ദേഹത്തെ WWE ഹോൾ ഓഫ് ഫെയിമിൽ നിന്ന്
താൽക്കാലികമായി പുറത്താക്കുക വരെ ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തിന് കടുത്ത മാനസിക വിഷമമുണ്ടാക്കി. ഈ സമയത്ത് താൻ കടുത്ത വിഷാദത്തിലായിരുന്നുവെന്നും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെന്നും ഹോഗൻ പിന്നീട് സമ്മതിക്കുന്നുണ്ട്. താൻ പടുത്തുയർത്തിയതെല്ലാം തകർന്നു പോയി എന്ന് അദ്ദേഹം ഈ കാലഘട്ടത്തെക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തുന്നുമുണ്ട്. വർഷങ്ങളോളം റെസ്ലിംഗ് ചെയ്തതിൻ്റെ ഫലമായി ഹോഗൻ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ശസ്ത്രക്രിയകളും ഒക്കെ നേരിടേണ്ടി വന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു. വിശ്വാസത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ടെറി ബോളിയ എന്ന ഹൾക്ക് ഹോഗന് ഒരു ക്രിസ്തീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഏകദേശം 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരുന്നതായി അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റെസ്ലിംഗ് ജീവിതത്തിനിടയിൽ വലിയ പ്രശസ്തിയുടെ ഉന്നതിയിലേക്ക് വന്നപ്പോൾ തൻ്റെ വിശ്വാസത്തെ അദ്ദേഹം പുറകോട്ട് മാറ്റിവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിൽ ദൈവം തന്നെ തിരിച്ചു വിളിക്കുന്നതായി തോന്നിയിരുന്നെന്നും എന്നാൽ വർഷങ്ങളോളം താൻ അതിനെ ചെറുത്തു നിന്നെന്നും ഹോഗൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയും വിവാദങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ചെയ്തപ്പോൾ എനിക്ക് സമാധാനവും ശക്തിയും നൽകിയത് ക്രിസ്തു വിശ്വാസമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കരിയർ മന്ദഗതിയിലാകുകയും വ്യക്തി ജീവിതം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അധപ്പതിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തൻ്റെ ആത്മീയ വേരുകളിലേക്ക് മടങ്ങിയെത്തി ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ചെയ്തത്. 2023 ഡിസംബറിൽ തൻ്റെ ഭാര്യ സ്കൈഡെയിലിനോടൊപ്പം ഫ്ലോറിഡയിലെ ഇന്ത്യൻ റോക്ക് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ അദ്ദേഹം സ്നാനമേൽക്കുകയും ക്രിസ്തീയ വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്: യേശുവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദിനമാണിത്. എനിക്ക് ആശങ്കകളില്ല, എനിക്ക് ആരോടും വെറുപ്പില്ല, പകയില്ല, സ്നേഹം മാത്രമാണുള്ളത്, അദ്ദേഹം തുറന്നു പറയുന്നു. സ്നാനശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഇനി ദൈവവുമായി ഒന്നായതുകൊണ്ട് എൻ്റെ കർത്താവും രക്ഷകനുമായവൻ്റെ ശക്തിയാൽ എനിക്ക് ഏതു ഭീമനെയും ഇടിച്ചു താഴ്ത്താൻ സാധിക്കും. തൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു എതിരാളിയെ ഇടിച്ചു വീഴ്ത്തുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. തൻ്റെ ജീവിതത്തിന് നേരെ വരുന്ന ശത്രുവിൻ്റെ ഏതു പ്രലോഭനങ്ങളെയും ഇടിച്ചു താഴ്ത്തുവാൻ തനിക്ക് സാധിക്കും ക്രിസ്തുവിലൂടെ എന്നാണ് അദ്ദേഹം ഓർപ്പിച്ചത്. സ്നാനത്തിന് ശേഷം ഹോഗൻ ഇടയ്ക്കിടെ ബൈബിൾ വാക്യങ്ങളും ക്രിസ്തീയ ചിന്തകളും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. പരസ്യമായ പ്രസംഗങ്ങൾക്കോ സുവിശേഷ പ്രചരണങ്ങൾക്കോ ഒന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ലെങ്കിലും അദ്ദേഹവും കുടുംബവും തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കൂടുതൽ ശാന്തമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രശസ്തിയുടെ ഉന്നതിയിൽ നിന്ന് അപമാനത്തിൻ്റെ പടുകുഴികളിലേക്ക് താണുപോകുകയും അവിടെ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലൂടെ തൻ്റെ ജീവിതത്തെ തിരികെ പിടിക്കുകയും ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്ത ഈ മനുഷ്യൻ നമുക്കൊരു മാതൃകയായി മുന്നിൽ നിൽക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ തൻ്റെ വിശ്വാസം എങ്ങനെ സഹായിച്ചുവെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മനുഷ്യൻ എങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമായി നമുക്ക് കരുതാവുന്നതാണ്. ഹൾക്ക് ഹോഗൻ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലും അദ്ദേഹം ഉറച്ചു നിന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശക്തനായ ഒരു പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. 2024 ജൂണിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ട്രംപിനോടുള്ള തൻ്റെ പിന്തുണ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഹോഗൻ വെറുമൊരു റെസ്ലർ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും ടെലിവിഷൻ താരവും രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു വ്യക്തമായ ജീവിതം, അഭിപ്രായങ്ങളുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയങ്ങളും പരാജയങ്ങളും വിവാദങ്ങളും ഒടുവിൽ വിശ്വാസത്തിലേക്കുള്ള മടങ്ങിയെത്തലും ഒക്കെ നിറഞ്ഞതാണ്. റെസ്ലിംഗ് ലോകത്ത് വലിയ വിടവ് അവശേഷിപ്പിച്ചാണ്
ഹൾക്ക് ഹോഗൻ വിടവാങ്ങിയത്. ഹൾക്ക് മാനിയ എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മുദ്രാവാക്യം പോലെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലും അതെല്ലാം പ്രാവർത്തികമാക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ക്രിസ്തീയ വിശ്വാസം അദ്ദേഹത്തിന് നൽകിയ സമാധാനവും ശക്തിയും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രതിസന്ധികളിൽ നിന്ന് ആത്മീയമായ ഉന്നതിയിലേക്ക് എത്താൻ കഴിയുന്നതെന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു ഇതിഹാസ റെസ്ലർ, ഒരു കൾച്ചറൽ ഐക്കൺ, ഒപ്പം വിശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്തിയ ഒരു മനുഷ്യൻ. ഹൾക്ക് ഹോഗൻ എന്ന പേര് ലോക റെസ്ലിംഗ് ചരിത്രത്തിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലും എന്നെന്നും നിലനിൽക്കും എന്നുള്ളതിന് സംശയവുമില്ല. അവസാനമായി ഒരു വാക്കുകൂടെ. ലോകത്തിൻ്റെ കണ്ണിൽ ഹൾക്ക് ഹോഗൻ ഒരു ഇതിഹാസമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ അതിലേറെ വിലപ്പെട്ട ഒന്നായി അദ്ദേഹം മാറി. അനുതപിച്ച് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു മകനായാണ് അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. വിവാദങ്ങൾ നിറഞ്ഞ ഒരാഗോള സൂപ്പർ സ്റ്റാറിന് പോലും ക്ഷമയാചിക്കാനും മാനസാന്തരപ്പെടാനും വീണ്ടും ജനിക്കാനും കഴിയുമെന്ന് ഇത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ഇത് കാണുന്നവരോട് ഒരു വാക്കുകൂടെ പറയട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചയാളായിരിക്കാം. ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് തെറ്റുകൾ വരുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ദൈവം പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരിക്കലും കാത്തിരിക്കുന്നില്ല. അവൻ സമർപ്പണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. യേശുവിലേക്കുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഹൾക്ക് ഹോഗൻ്റെ ജീവിതം നമുക്ക് ഒരു പുതിയ ഉൾക്കാഴ്ച നൽകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.